നമ്മുടെ കേരളത്തിൽ തന്നെ അതിമനോഹരമായ ഒരു വനപാത, അതോടൊപ്പം തന്നെ അപകടം പതിയിരിക്കുന്ന ഒരു വനയാത്രയും. യാത്രയിലുടനീളം വന്യജീവികളൊക്കെ കണ്ട് നമുക്ക് പോകാൻ കഴിയും. നല്ല സാഹസിക സഞ്ചാരികൾക്ക് പറ്റിയ ഒരു സ്ഥലമാണ്. പിന്നൊരു കാര്യം, അങ്ങനെ അങ്ങ് പോകാൻ വരട്ടെ, കോന്നി കല്ലേലി വഴി അച്ചൻകോവിലേക്ക് പോകണമെങ്കിൽ വനംവകുപ്പിന്റെ പ്രത്യേക പെർമിഷൻ എടുക്കണം. പക്ഷേ അതിസാഹസികമായ യാത്ര നിങ്ങളെ കാത്തിരിക്കുന്നു എന്ന് കരുതി വേണം നിങ്ങൾ പോകുവാൻ. നല്ല മനോധൈര്യമുള്ളവർ മാത്രം യാത്ര ചെയ്യുക. ഏത് നിമിഷവും വന്യജീവികൾ നിങ്ങളുടെ മുന്നിൽ വന്നപ്പെടാം. അതുകൊണ്ട് വാഹനം ഓടിക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ചു വേണം. ആനയും കാട്ടുപോത്തുമൊക്കെ ഇരുവശവും തല ഉയർത്തി നിൽക്കുന്നതാണ്. എന്നടാ ഉവേ, ഇവന്മാർ എവിടുന്ന് വരുന്നു എന്നൊക്കെ നോക്കിയുള്ള നിൽപ്പാണ് കേട്ടോ. എങ്കിലും നിങ്ങൾ സൂക്ഷിച്ചു പോയാൽ നിങ്ങൾക്ക് നല്ലതാണ്. പിന്നൊരു കാര്യം, ഒരു വാഹനത്തിലും നിങ്ങൾ ഒറ്റയ്ക്ക് പോകാൻ ശ്രമിക്കരുത്. കാരണം ഒറ്റയ്ക്ക് പോകുമ്പോൾ വാഹനത്തിന് എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് സംഭവിച്ചാൽ, നിങ്ങൾക്ക് പുറം ലോകവുമായി ബന്ധപ്പെടാൻ ഒരു സംവിധാനവുമില്ല. ഒന്നോ രണ്ടോ മൂന്നോ നാലോ പേരൊക്കെ യാത്ര ചെയ്താൽ അങ്ങനെയുള്ള സഹായങ്ങളും ഉണ്ടാവും. അങ്ങനെയുള്ളൊരു വനപാതയാണ്. ഒന്നിനും റേഞ്ചോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നുമില്ല. പുറം ലോകം അറിയാനുള്ള ഒരു സംവിധാനവുമില്ല. പക്ഷേ വനയാത്ര നിങ്ങളെ വല്ലാതെ അങ്ങ് ആകർഷിക്കും കേട്ടോ. അത്രയ്ക്ക് മനോഹരമാണ് ഈ വനപാതയുടെ യാത്ര. നല്ല സുഖകരമായ തണുപ്പിൽ കോടമഞ്ഞിന്റെ പശ്ചാത്തലത്തിൽ, മഴയത്താണെങ്കിൽ പിന്നെ പറയുകയും വേണ്ട. കല്ലേരിയിൽ നിന്നും അച്ചൻകോവിൽ വനപാതയിൽ എത്തുന്നത് വരെ കുറച്ച് ശ്വാസം അടക്കി പിടിച്ച് വേണം യാത്ര ചെയ്യാൻ. അത് പ്രത്യേകം നിങ്ങളോട് പറയേണ്ടതുണ്ട്. കാരണം അത്രയ്ക്ക് വളരെ ഡേഞ്ചർ സ്പോട്ടുകളാണ് നിങ്ങളുടെ മുന്നിലുള്ളത്. എന്തൊക്കെയാലും അടിപൊളി മനോഹരമായ യാത്രയാണ്. കൊല്ലത്തിന്റെ ഏറ്റവും മനോഹരമായ വനപ്രദേശമാണ്. ഇപ്പോൾ ഗ്രീൻ മീഡിയ വിഷന്റെ യാത്രകൾ ഇനിയും ഒരുപാട് കാഴ്ചകളുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തും.